PM ശ്രീയിൽ CPM കത്തിൽ തിരുത്തൽ നിർദ്ദേശിച്ച CPI എന്നുള്ള വിവരം പുറത്തുവരികയാണ്. റഹീസ് ഋഷി വിവരങ്ങളുമായി. റഹീസ്, കത്തിൽ തിരുത്തോ? എന്താണ് കത്തിലെ തിരുത്ത്? സ്മൃതി, കേന്ദ്രത്തിന് അയക്കുന്ന ഒരു കത്തിന്റെ ഡ്രാഫ്റ്റ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും ദേശീയ സെക്രട്ടറി D രാജയ്ക്കും CPM അയച്ചു നൽകിയിരുന്നു. ആ കത്തിൽ ചില തിരുത്തലുകൾ വേണമെന്ന് CPI ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് AKG സെൻറ്ററിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഡ്രാഫ്റ്റായി അയച്ചു നൽകിയ കത്തിൽ തിരുത്തൽ വേണം എന്ന ആവശ്യം ബിനോയ് വിശ്വവും സത്യൻ മൊഗേരിയും PP സുനീറും CPIMൻ്റെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPIM അതിന് നൽകിയ മറുപടി CPIയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് അന്തിമമായ ഒരു കത്ത് തയ്യാറാക്കാം. അതായത് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ വിഷയം ചർച്ചയ്ക്ക് വരും എന്ന കാര്യം കൂടി അതിൽ വ്യക്തമാവുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് CPI നിർദ്ദേശിച്ച തിരുത്തൽ കൂടി വരുത്താം എന്ന മറുപടിയാണ് CPI നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് മന്ത്രിസഭയായിരിക്കും കേന്ദ്രത്തിന് അയക്കേണ്ട കത്ത്, ഫൈനൽ കത്ത് തീരുമാനിക്കുക. അതിൽ എന്തൊക്കെ കണ്ടന്റുകളിലാണ് തിരുത്തൽ വേണ്ടത് എന്ന കാര്യം CPI നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവർ അത് ഒരു കത്തിൻ്റെ രൂപത്തിൽ തന്നെ തയ്യാറാക്കി AKG സെൻറ്ററിലെത്തിയപ്പോൾ കൈമാറിയിട്ടുണ്ട്. അതിലാണ് CPIM നേതാക്കൾ പറഞ്ഞ മറുപടി. മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ തിരുത്തലുകൾ കൂടി വരുത്തി അതൊരു മന്ത്രിസഭാ തീരുമാനമായി മാറ്റി ചീഫ് സെക്രട്ടറി വഴി കേന്ദ്രത്തിന് അയക്കാമെന്ന തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് CPIM ആദ്യം അയക്കാമെന്ന് തീരുമാനിച്ച കത്തിൽ CPI നേതാക്കൾ തൃപ്തരല്ല. അവരതിൽ തിരുത്തലുകൾ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്ത് തിരുത്തലുകൾ ഏത് ഭാഗത്ത് വേണം എന്നത് ഒരു രേഖയായി ഇവർ ടൈപ്പ് ചെയ്ത് AKG സെൻറ്ററിലെത്തിയ ചർച്ചയിൽ CPIM നേതാക്കൾക്ക് നൽകുകയായിരുന്നു. അതിൽ തിരുത്തൽ CPI പറയുന്നത് പോലുള്ള തിരുത്തലുകൾ വരുത്താൻ CPIMും തയ്യാറാണ്. അത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് മന്ത്രിസഭാ തീരുമാനമായി വരട്ടെ എന്നതാണ് CPI മുന്നോട്ട് വെച്ച ഉപാധി. അത് CPI അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരി. അപ്പോൾ ആ തിരുത്തലോട് കൂടിയുള്ള കത്ത് അത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. അതിനുശേഷം മന്ത്രിസഭാ യോഗ തീരുമാനമായി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയേണ്ടത്.